ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വിചാരിക്കുകയാണ്. ഞാൻ 2-3 ദിവസമായല്ലേ 2 ദിവസം കഴിഞ്ഞു വീഡിയോ ഇട്ടിട്ട്. സോ എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലായിരുന്നേ. അപ്പം ഞാൻ അമ്മച്ചിയുടെ പുറകെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല കറക്റ്റായിട്ട്. അപ്പം ഞാൻ ഇതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എഴുതാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യം തന്നെ ഒന്ന് വീഡിയോ ആയിട്ട് ഇട്ടുകൂടാ എന്ന് വിചാരിച്ചു. അത് വേറൊന്നുമില്ല, 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. എന്ത് കാര്യം വേണോ നിങ്ങളത് എഴുതിക്കോ, നിങ്ങൾക്കത് കിട്ടിയിരിക്കും. എൻ്റെ വിശ്വാസം, ഇത് വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് കാര്യമാണെന്ന് വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഫലം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാതെ ചെയ്യാന്നേ ഉള്ളൂ. സമയം വേസ്റ്റാണ്. നിങ്ങളുടെ ബുക്കിൻ്റെ പേപ്പറും തീരും, പേനയുടെ മഷീൻ തീരും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ എഴുതുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എന്ത് കാര്യവും നമ്മൾ എഴുതി നമുക്ക് നേടാൻ പറ്റും, പല കാര്യങ്ങളും. ഇത് എൻ്റെ 2ാമത്തെ ബുക്കാണ്. ഞാൻ ഒരു ബുക്ക് എൻ്റെ കഴിഞ്ഞു. ഇത് 369 മെത്തേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചേക്കുന്ന ബുക്കാണ്. അതുപോലെ തന്നെ ഈ പെന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പെന്ന് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു പെന്നും ഒരു ബുക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം കേട്ടോ. ആ പെന്ന് വെച്ചിട്ട് വേണം നിങ്ങൾ എന്തും ചെയ്യാൻ. കാരണം എൻ്റെ ഒരു വിശ്വാസമാണ്, എൻ്റെ വിശ്വാസമല്ല, എനിക്ക് ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ടാണ്, ഒരു മാജിക്കൽ പെന്ന് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായത് ആ പെന്ന് കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരു എനർജിയാണ്. നമ്മൾ ആ പെന്ന് കൊണ്ട് നമുക്ക് മനസ്സിന് പിടിച്ച ചില പെൻസൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് നമുക്ക് എഴുതുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടാറുണ്ട്. എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ ഞാൻ 369 പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു ഏഞ്ചൽ നമ്പറാണ് 369. ഇത് കണ്ടുപിടിച്ചത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ മെത്തേഡിനെ പറ്റി പറയുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, റിമോട്ട് കണ്ടുപിടിച്ച അദ്ദേഹമാണ്. പിന്നെ റേഡിയോ കണ്ടുപിടിച്ചതിൽ നിക്കോള ടെസ്ലയുണ്ട്, മാർക്കോണിയുണ്ട്. സോ മാർക്കോണിയുടെ പേരാണെന്ന് തോന്നുന്നു വന്നത്, പക്ഷെ നിക്കോള ടെസ്ല ഉണ്ട് കേട്ടോ. അദ്ദേഹം അതിനൊരു പാത്രം വഹിച്ചിട്ടുണ്ട്, റേഡിയോ കണ്ടുപിടിക്കാൻ വേണ്ടി. സോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഏഞ്ചൽ നമ്പർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളൊന്ന് കൂട്ടി നോക്കിക്കുക. ഈ 111 222 333 444 555 666 777 888 999 ഇതിനെയാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നിങ്ങൾ കൂട്ടിയാലും അതിൻ്റെ അകത്ത് ലാസ്റ്റ് വരുന്നത് 3, 6, 9 ഈ ഒരു അക്കമായിരിക്കും വരുന്നത്. ഒന്ന് കൂട്ടി നോക്കിക്കുക, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കൂട്ടി നോക്കിക്കുക. 3 1 കൂട്ടുമ്പോൾ എന്താണ് വരുന്നത്? 3 വരും അല്ലേ. 3 2 കൂട്ടുമ്പോൾ എന്ത് വരും? 6 വരും. 3 3 കൂട്ടുമ്പോൾ എന്ത് വരും? 9 വരും. 3 4 കൂട്ടുമ്പോൾ എന്ത് വരും? 4 4 8 8 4 12 12 വരും. അപ്പോൾ 12 വരുമ്പോൾ 1 + 2 ആക്കണം. അപ്പോൾ എത്ര വരും? 3 തന്നെ പിന്നെയും വരും. അതുകൊണ്ട് ഹെലികോപ്റ്റർ പോകുന്ന ചിലപ്പോൾ ഇച്ചിരി ഭയങ്കര ഒച്ചയായിരിക്കും, അത് സാരമില്ല. സോ ഇത് ഇങ്ങനെ കൂട്ടുന്നത് കൊണ്ട്, അപ്പം ഈ ഏഞ്ചൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് മനസ്സിലായത്. പക്ഷെ ഇത് ഭയങ്കര പവറാണ്. ഈ ഒരു അക്കത്തിന് ഭയങ്കര പവറുണ്ട്. സോ നമ്മുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇൻറ്റൻഷൻ വേണം കേട്ടോ. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് വലിയ എസ്സേ പോലെ ഒന്നും എഴുതാൻ നിൽക്കില്ല, ചെറിയ സെൻറ്റൻസിൽ ചുരുക്കി എഴുതാൻ പഠിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് വെച്ചോ, എനിക്ക് 1 ലക്ഷം കിട്ടിയതിന് യൂണിവേഴ്സിന് നന്ദി, ദാറ്റ്സ് ഓൾ, താങ്ക് യു എന്ന് എഴുതുക. ഇത് 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് വേണമെങ്കിൽ താങ്ക് യു പറയാം. നിങ്ങളുടെ മനസ്സിൽ കിട്ടിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. എൻ്റെ കുറേ കൂട്ടുകാർ എന്നോട് പറയും, ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പം, എടി എനിക്ക് അത് ആവശ്യമാണ്, ഇത് ആവശ്യമാണ്. ഞാൻ വലിയ എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഇവർ പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ, അതെനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. നോക്കട്ടെ, ചെയ്ത് നോക്കാം അല്ലേ എന്നൊക്കെ ഉള്ളൊരു വർത്താനം. അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോടുകൂടിയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിക്കോ, സ്കിപ്പ് ചെയ്ത് പോക്കോ. കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്താലും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. സോ ഇത് രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ, ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഈ പെന്നും ഒരു ബുക്കും ഒരു ഡയറിയും നിങ്ങൾ നിങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് വെച്ചേക്കുക. എഴുന്നേറ്റ അപ്പം തന്നെ കണ്ണ് തുറന്ന ഉടനെ തന്നെ നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് കിട്ടിയതായിട്ട് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്കി പ്രഭാതകർമ്മങ്ങൾക്ക് പോകാം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉച്ചയ്ക്ക് അതിലെ കൂടെ ഒരു പെണ്ണ് പോകുന്നുണ്ട്, അതാണ് ഞാൻ നോക്കിയത്. ഇല്ല, പോയി. അപ്പം ഉച്ചയ്ക്ക് ഇതേപോലെ തന്നെ 6 പ്രാവശ്യം എഴുതുക. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എഴുതാൻ വന്നപ്പോഴാണ് ഞാനിത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടാമെന്ന്. സോ രാത്രി കിടക്കാൻ നേരം കിടക്കുന്നതിന് മുമ്പ് ഇത് 9 പ്രാവശ്യം എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങനെ 3, 6, 9 45 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് എഴുതണം. 45 ഡേയ്സിൻ്റെ പ്രത്യേകത അറിയാലോ, 5, 4, 9 അങ്ങനെ കൂട്ടുമ്പോഴും അതൊരു 9 ആയിട്ട് വരും. സോ
ഇത് 45 ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂസ് എഴുതുക, കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക, നന്ദി പറയുക. അത് കഴിയുമ്പോഴത്തേന് നിങ്ങളതിനെ ലെറ്റ് ഗോ ചെയ്തോ, അത് നിങ്ങൾക്ക് നടന്നിരിക്കും. എൻ്റെ അനുഭവമാണ് കേട്ടോ, എൻ്റെ അനുഭവങ്ങളാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. സോ അത് നിങ്ങൾ വളരെ ഒരു ഇൻറ്റൻഷൻ എടുത്ത്, അതായത് ഇൻറ്റൻഷൻ അല്ല, എന്താ പറയണ്ടത്, വളരെ ഒരു പ്രത്യാശയോടുകൂടി, വളരെ ഇത് പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും. മനസ്സിലായല്ലോ? 3 പ്രാവശ്യം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 3 പ്രാവശ്യം എഴുതുക, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം എഴുതുക, വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് 9 പ്രാവശ്യം എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ 3 മണി, 6 മണി, 9 മണി അങ്ങനെയും ചെയ്യുന്നതുണ്ട്. പക്ഷെ നമുക്കത് എപ്പോഴും പോസിബിൾ അല്ല. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് എഴുതും, പിന്നെ 6 മണി, 9 മണി. അതിനേക്കാൾ നല്ലത് രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ 45 ഡേയ്സ് എഴുതണം. ഒരു ദിവസം സ്കിപ്പായിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം പോകും. കറക്റ്റായിട്ട് കണ്ടിന്യൂഷൻ വേണം കേട്ടോ. ഒന്ന് എഴുതി 2 ദിവസം മറന്നുപോയി പിന്നെ 3-ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യരുത്. അത് ചെയ്യുമ്പോൾ 45 ദിവസം കറക്റ്റായിട്ട് ഓർഡറിൽ ചെയ്തു പോവുക. വിശ്വാസത്തോടെ ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ചെയ്യുക. അത് കിട്ടിയതായിട്ട് ഇമാജിൻ ചെയ്യുക, കിട്ടിയതിന് നന്ദി പറയുക. എന്നിട്ട് സുഖമായിട്ട് അങ്ങ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ പറ്റിയെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.